പോലീസുകാരൻ്റെ ഗുണ്ടായിസിൻ്റെ കഥ. പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറടിച്ച് കൊല്ലാൻ ഒരു പോലീസുകാരൻ ശ്രമിച്ചു കണ്ണൂരിൽ. ഇന്ധനം നിറച്ചതിൻ്റെ പണം നൽകാത്തത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പോലീസുകാരൻ പ്രകോപിതനായത്. കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഡ്രൈവർ സന്തോഷാണ് ഈ പരാക്രമം കാണിച്ചതെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യം ആദ്യം ഒന്ന് കാണാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു പോലീസുകാരന് ധൈര്യം വരിക, അതും കേരളത്തിൽ തന്നെയാണോ? സജോ ദേവസ്യ, എന്താണ് സംഭവിച്ചത്? പറയൂ. തനി ഗുണ്ടായിസം പരാക്രമം എന്ന് തന്നെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഒട്ടും അധികമാകില്ല. അങ്ങനെയല്ല, അതിൽ കൂടുതൽ പദങ്ങളാണ് പ്രയോഗിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ടൗണിലെ NKBT പെട്രോൾ പമ്പിലാണ്. ഇവിടെയാണ് ഇന്ന് 3 മണിയോടുകൂടി ഈ തരത്തിലുള്ള പോലീസുകാരൻ്റെ അതിക്രമം അരങ്ങേറിയത്. ഇവിടെ 3 മണിയോടുകൂടി ഈ പോലീസുകാരൻ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാനെത്തുന്നു. അതിനുശേഷം ക്യാഷായി പണം കൊടുക്കുന്നു. 200 രൂപയോളം പിന്നെയും ഇയാൾ നൽകണം. അത് ഇവിടുത്തെ ജീവനക്കാരനായ അനിൽ ആ പണം കൂടി നൽകണം എന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇത് നൽകാതെ ഇയാൾ വാഹനമെടുത്ത് ഈ പമ്പിന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ ജീവനക്കാരൻ ഈ വാഹനത്തിന് മുന്നിൽ കയറി നിന്ന് ബാക്കി പണവും കൂടി നൽകണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇയാൾ അതൊന്നും വകവയ്ക്കാതെ ഈ ജീവനക്കാരൻ അതിന് മുന്നിൽ കയറി ഈ വാഹനം തടഞ്ഞു വെച്ചു. പക്ഷേ അയാൾ അതിന് മുതിരാതെ ബാക്കി പണം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അനിലേട്ടനെയാണ് ഈ രൂപത്തിൽ വലിച്ചിഴച്ച് ഇടിച്ചു തെറിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തി. അനിലേട്ടൻ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചു ഒന്ന് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട. അതായത് അതെ ആ പൈസക്ക് ചോദിച്ചതിനാണ് ഇടിച്ച് തെറിപ്പിച്ചിട്ട് കൊണ്ടുപോയത്. അത് അപ്പോൾ ഈ വാഹനം പൈസ തന്നിട്ട് പോകണമെന്ന് പറഞ്ഞ് വണ്ടിയുടെ മുമ്പിൽ കയറിയുന്നു. മുമ്പ് കയറി നിൽക്കുമല്ലേ, വാഹനം തടയാൻ ശ്രമിച്ചു. പൈസ തന്നിട്ട് പോകണമെന്ന് ആവശ്യപ്പെടാൻ ശ്രമിച്ചു. അതിപ്പോൾ ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്ത് വരെ അല്ലേ, ട്രാഫിക് സ്റ്റേഷൻ്റെ അടുത്ത് വരെ പോയി. അതുവരെ ഇദ്ദേഹം ആ ബോണറ്റിൽ തൂങ്ങിക്കിടക്കുകയെന്ന്. ഭാഗ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം അനിലേട്ടൻ രക്ഷപ്പെട്ടത്. അനിലേട്ടൻ്റെ മൊഴി ഇപ്പോൾ എടുത്തിട്ടുണ്ട് അല്ലേ, മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോലീസുകാരനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ടൗൺ പോലീസ് പറയുന്നത്. അതായത് കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ മെസ് ഡ്രൈവറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടത്, ഇത് ആദ്യത്തെ സംഭവമല്ല. ഇയാൾ മുൻപ് സമാനമായ ഒരു കാര്യം കൂടി ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നേരെ തൊട്ടടുത്ത് തന്നെ ജില്ലാ കളക്ടറേറ്റിന് മുൻപിലുള്ള പമ്പിലേക്ക് നിയന്ത്രണം വിട്ട് വാഹനം ഇടിച്ചു കയറ്റിയത് ഇതേ ഡ്രൈവർ തന്നെയാണ് എന്നിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ആ ഘട്ടത്തിൽ അത് പക്ഷേ ഒരു അപകടം, നിയന്ത്രണം വിട്ടുള്ള ഒരു അപകടം എന്ന നിലയ്ക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ വിലയിരുത്തപ്പെട്ടത്. ഇവിടെ പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊരു ധാർഷ്ട്യമാണ്, എന്തൊരു അഹങ്കാരമാണ്, എന്തൊരു ധൈര്യമാണ് ഈ പോലീസുകാരന്. ഈ നിലയ്ക്ക് നിയമം ഇങ്ങനെ ലംഘിച്ചുകൊണ്ട് നാട്ടുകാരെ, ജനങ്ങളെ മുഴുവൻ, ഇത് കാണുന്ന മുഴുവൻ ആളുകളെയും വിഡ്ഢികളാക്കിക്കൊണ്ട്, പരിഹാസ്യരാക്കിക്കൊണ്ട് ഈ നിലയ്ക്കുള്ള അക്രമവും അതിക്രമവും പരാക്രമവും നടത്താനുള്ള ധൈര്യവും സംരക്ഷണവും എവിടുന്നാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ജീവനക്കാരൻ, അദ്ദേഹം ഉത്തരവാദിത്തത്തിൽ ഇന്ധനം നിറയ്ക്കുന്നു ആ വാഹനത്തിൽ. അതിൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം മറുപടി പറയേണ്ടി വരും. അതൊന്ന് വാഹനത്തിന് മുൻപിൽ നിന്ന് ചോദിക്കാൻ ശ്രമിച്ചു. വാഹനം മുന്നോട്ട് പോയപ്പോൾ ഒന്ന് മുൻപിൽ കയറി നിന്നു. ആ ബാക്കി പണം കൂടി 200 രൂപയോ മറ്റോ ആണ് ബാക്കി, അതായത് കുറച്ച് പണം കൊടുത്തു, ബാക്കി 200 രൂപ കൂടെ കിട്ടാനുണ്ട്. അതുകൂടി തരണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ തയ്യാറാകാതെ, അതായത് നിറച്ച ഇന്ധനത്തിൻ്റെ വില കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആ തുക നൽകാൻ തയ്യാറാകാതെയാണ് ഈ അതിക്രമവും പരാക്രമവും നടത്തിയത്. അദ്ദേഹം ആ ബോണറ്റിൽ തന്നെ തൂങ്ങിക്കിടന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറയാണ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അതുവരെ അദ്ദേഹം തൂങ്ങിക്കിടന്നു. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെട്ടു. കാര്യമായ പരിക്കൊന്നും അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പറ്റിയില്ല. അദ്ദേഹം താഴേക്ക് വീണുകയാണെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ, നിരവധി വാഹനങ്ങൾ റോഡ് വഴി സഞ്ചരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ജീവൻ തന്നെ അപകടത്തിലായേനെ. എന്നിട്ടും ഈ പോലീസുകാരൻ ആ ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ വെച്ചാണ് ആ വാഹനം നിർത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണമല്ലോ. അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല, അത് പരിശോധിക്കപ്പെടട്ടെ. കണ്ണൂർ ടൗൺ പോലീസ് പറയുന്നത് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അനിലിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ അതിക്രമത്തിന് ഇരയായ അനിലിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. എസ് കെ. ഓക്കെ, സജോ ദേവസ്യ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ സാധാരണഗതിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഇങ്ങനെയൊക്കെയുള്ള നെറികേട് കാണിച്ചാൽ അയാളെ സംരക്ഷിക്കാൻ പല ആളുകൾ രംഗത്തിറങ്ങും. അവർ പുതിയ നിയമങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്നും വരും. അപ്പോൾ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ദൃശ്യം ഞങ്ങൾ ഒന്നുകൂടി കാണിക്കുകയാണ്. കാരണം ഇത്തരം സംരക്ഷണം നടത്താൻ കണ്ണൂരിലെ ഏതെങ്കിലും പോലീസുകാരൻ ശ്രമിച്ചാൽ അവരെ നിങ്ങൾ തടയുന്നതിന് വേണ്ടി ആ ദൃശ്യം ഒന്ന് കണ്ടോളൂ.
കേരള പോലീസിൽ ജോലി ചെയ്ത് നമ്മുടെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഒരു ഡ്രൈവർ കാണിച്ചിട്ടുള്ള പരാക്രമമാണ് നമ്മളിപ്പോൾ കണ്ടത്. ദയവ് ചെയ്ത് ഇയാൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ, ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെ ഒരു അക്രമം കാണിച്ചാൽ എന്ത് ശിക്ഷ നിയമം അനുശാസിക്കുന്നുണ്ടോ അത് തന്നെ ഇദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ പോലീസ് മേധാവികൾ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പൊതുജനങ്ങളുടെ മേൽ കുതിര കയറാൻ ഈ പോലീസുകാരൻ ആരാണ് ഇത്രയും അവകാശം കൊടുത്തതെന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്നു. സജോ ദേവസ്യ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഈ പോലീസുകാരൻ്റെ ഗുണ്ടായിസത്തെക്കുറിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ചും കണ്ണൂരിലെ പോലീസ് മേധാവിയോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? ഇപ്പോൾ നമ്മൾ SHOയുമായി അടക്കം ആശയവിനിമയം നടത്തിയിരുന്നു. മറ്റു നടപടികളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഈ അതിക്രമത്തിന് ഇരയായ ഇവിടെ തന്നെ അദ്ദേഹം ഉണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ചു. അനിൽ എന്ന വ്യക്തിയാണ്, ഇവിടുത്തെ ജീവനക്കാരനാണ്, തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് പോലീസുകാരെത്തിയ ആ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ച് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതാണ് കുറച്ച് മുൻപ് നമ്മൾ കണ്ടത്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി അദ്ദേഹം നൽകിയ മൊഴി വീണ്ടും ഒന്നുകൂടി വായിച്ച് കേൾപ്പിച്ച് സൈൻ ചെയ്തിട്ടുണ്ട്. ഇയാൾ നിലവിൽ, അതായത് ഈ പോലീസുകാരൻ നിലവിൽ ഈ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ട്. ഉചിതമായ നടപടികളിലേക്കെല്ലാം കടക്കുന്നു. ഇക്കാര്യത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് കുറ്റവാളിയെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ. ഇതിനു മുൻപ് അങ്ങനെയല്ലാത്ത പല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്, പല അനുഭവങ്ങളുണ്ട് എടുത്തു പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് സംരക്ഷിക്കില്ല, കുറ്റകൃത്യം ചെയ്ത ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശരിയാകുമെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് വധശ്രമമാണ്, ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതടക്കമുള്ള ഒഫൻസുകൾ പലതും ഈ ഒറ്റ കാര്യത്തിൽ മാത്രം കണ്ടെത്താൻ കഴിയും. അതായത് റാഷ് ഡ്രൈവിംഗ് അടക്കമുള്ള കാര്യങ്ങളോ വധശ്രമം അടക്കം അങ്ങോട്ടേക്ക് ഗുരുതരമായ വകുപ്പുകൾ ഈ CCTV ദൃശ്യങ്ങൾ മാത്രം ആവർത്തിച്ച് കണ്ടാൽ മനസ്സിലാകും. അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ടാകുമോ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ? ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം കൂടി തേടാൻ ശ്രമിക്കാം. ഇക്കാര്യത്തിലൊപ്പം SHOയുടെ പ്രതികരണം കൂടി തേടാൻ ശ്രമിക്കാം. നടപടികൾ പുരോഗമിക്കുന്നു. കുറ്റവാളിയെ സംരക്ഷിക്കില്ല എന്ന അവകാശവാദം അല്ലെങ്കിൽ എന്ന ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. കേരള പോലീസിനെ നമ്മൾ ഏതെങ്കിലും നിലയ്ക്ക് അത്തരം കാര്യങ്ങളിൽ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം കുറ്റവാളികൾക്ക് യാതൊരു സംരക്ഷണവും ലഭിക്കാൻ പാടില്ല എന്നതാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ തന്നെയായിരിക്കും എന്ന് പോലീസ് പറയുന്നുണ്ട്. അത് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാനേ തരമുള്ളൂ. കാത്തിരുന്ന് കാണാം. അതിന്റെ പിന്നാലെ നമ്മൾ പോകാം. നമുക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വിശദീകരണം അക്കാര്യത്തിൽ തേടാൻ ഏതായാലും ഈ ഘട്ടത്തിൽ തന്നെ ശ്രമിക്കാം. അപ്പോൾ SHO പറഞ്ഞത് അതിൽ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു. അയാളെ ഇപ്പോൾ ദീപക് തർമ്മയുടെ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദീപക് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർശനമായ നടപടി സ്വീകരിക്കാൻ സൗത്ത് സോൺ IG നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ പോലീസുകാരനെ സർവീസും സസ്പെൻഡ് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. കണ്ണൂരിലെ പോലീസ് ഡ്രൈവർക്കെതിരെ വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീപക് തർമ്മടം ടെലിഫോൺ ലൈനിൽ ചേർന്നു. ദീപക്, എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു നടപടിയാണ് ഈ പോലീസ് ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായത്. IG എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? SKN കർശന നടപടിക്കാണ് K സേതുരാമൻ നിർദ്ദേശം നൽകിയത്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കണ്ണൂർ DIGക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പോലീസ് ഡ്രൈവർക്ക് എതിരെ വധശ്രമത്തിന്, അതായത് ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് നോർത്ത് സോൺ IG K സേതുരാമൻ ഇപ്പോൾ 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ തെളിവ് നേരത്തെ സജോ 24 ആണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. ഈ വാർത്തയിൽ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് പോലെ പെട്രോൾ പമ്പിൽ പണം കൃത്യമായി നൽകാതെ അവിടെ നിന്നും കടന്നു കളയാൻ ശ്രമിക്കുന്നു. എന്നാൽ പണം ചോദിച്ച ഈ ജീവനക്കാരനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തുമാറുമാകെ ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത്. ഇത് കൃത്യമായി പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് തേടി ആ റിപ്പോർട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള നേരത്തെ തന്നെ ഇയാൾ അതിക്രമങ്ങൾ കാണിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസ് തലപ്പത്തു നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും പോലീസ് തലപ്പത്തു നിന്നുള്ള നിർദ്ദേശം ഇയാളെ സസ്പെൻഡ് ചെയ്യാനും വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാനാണ്. ഏതായാലും വധശ്രമം കുറ്റം ചുമത്തിയിരിക്കുന്നു FIR. താങ്ക് യു ദീപക് തർമ്മടം. എന്തായാലും IG നോർത്ത് സോൺ K സേതുരാമൻ ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ കണ്ണൂർ DIGയോട് ആവശ്യപ്പെട്ടു എന്നാണ് ദീപക് തർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നേരും നെറിയും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മെനുദ്യോഗസ്ഥന്മാരെല്ലാം ഇയാൾക്കെതിരെ കടുത്ത നടപടിക്ക് തന്നെ പിൻബലം നൽകും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കും.